ഇപ്പോൾ ഒരു വലിയ സംഘർഷം ഉണ്ടാവുകയാണ് പത്തനംതിട്ടയിൽ. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലാണ് അവിടെ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് വേഗത്തിൽ പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ടയിൽ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അവിടെ സംഘർഷം രൂപപ്പെട്ടിരിക്കുകയാണ്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ നേരത്തെ പ്രവർത്തകർ മറിച്ചിടുന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. സി കെ അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, വിവരങ്ങൾ ഇപ്പോൾ സാഹചര്യം എന്താണ്? കല്ലുകളും വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാർ അവരുടെ സമരാവേശം പ്രകടമാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സന്ദീപ് വാര്യർ ഉദ്ഘാടനം നടത്തിയ ശേഷമാണ് പ്രവർത്തകർ അക്രമത്തിന്റെ പാതയിലേക്ക് നീങ്ങിയത്. ബാരിക്കേഡുകൾ മറിച്ചിടുകയും പിന്നീട് പോലീസിന്റെ വലയം ഭേദിച്ച് വനിതകളടക്കം പ്രവർത്തകർ മുന്നേറുകയുമാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ചൂടന്റെ നേതൃത്വത്തിലുള്ള 20ഓളം പ്രവർത്തകരാണ് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ വലയം ഭേദിച്ച് മുന്നേറിയത്. ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് തേങ്ങ ഉടയ്ക്കുക എന്നതായിരുന്നു പ്രവർത്തകരുടെ ലക്ഷ്യമെങ്കിൽ തേങ്ങ ഉടച്ചത് ഓഫീസിന്റെ ജനൽ ചില്ലുകളിൽ എറിഞ്ഞാണ് എന്നുള്ളതായിരുന്നു ശ്രദ്ധേയം. ഇപ്പോൾ പ്രവർത്തകരിൽ ചിലർ ഓഫീസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നുണ്ട്. പ്രവർത്തകരെ പിടികൂടി സ്ഥലത്തുനിന്ന് നീക്കാനുള്ള ആദ്യഘട്ട ശ്രമങ്ങൾ വിജയിച്ചതേയില്ല. പോലീസുമായി വീണ്ടും തർക്കവും സംഘർഷവും. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ ആ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കസ്റ്റഡിയെടുത്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വലിയ തർക്കവും ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ഏറെ നേരമായോ സംഘർഷം തുടങ്ങിയിട്ട്? സമയം മാത്രമേ ആയിട്ടുള്ളൂ. തുടക്കത്തിൽ പ്രവർത്തകർ സമാധാനപരമായിട്ടായിരുന്നു നീങ്ങിയതെങ്കിൽ പിന്നീട് അക്രമത്തിന്റെ പാതയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഉദ്ഘാടകനായ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകളെ തടഞ്ഞു വെച്ചതിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഒരു സംയമനത്തിന്റെ പാത ഉണ്ടാവണമെന്നുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ പ്രവർത്തകർ പിന്നീട് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതോടുകൂടി അക്രമാസക്തരാവുകയായിരുന്നു. അങ്ങനെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിലേക്ക് പാഞ്ഞെടുത്ത പ്രവർത്തകർ കയ്യിലുണ്ടായിരുന്ന തേങ്ങകൾ ഓഫീസിന് നേരെ വലിച്ചെറിഞ്ഞു. പിന്നീട് പ്രവർത്തകർ കയ്യിൽ കിട്ടിയ കല്ലുകളും ഓഫീസിന് നേരെ വലിച്ചെറിയുന്ന സ്ഥിതി ഉണ്ടായി. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന്റെ ജനൽ പാളികളിൽ ചില്ലുകൾ ഒന്നിലധികം എണ്ണം തകർന്നിട്ടുണ്ട്. ഈ സമയം ഓഫീസിൽ ജീവനക്കാരുണ്ടായിരുന്നു. കല്ലോ അതോടൊപ്പം തന്നെ തേങ്ങ കൊണ്ടുള്ള ഏറിലോ ജീവനക്കാർക്ക് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്നതിൽ അവ്യക്തതയുണ്ട്. എന്തായാലും ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ തേങ്ങ ഉടയ്ക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചതെങ്കിൽ അത് ഓഫീസിന് നേരെയുള്ള കല്ലേറിലും അതോടൊപ്പം തന്നെ തേങ്ങ ഏറിലേക്കും കലാശിക്കുകയാണ് ഉണ്ടായത്. പ്രവർത്തകർ സാധാരണ നിലയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ 50-ൽ താഴെ ആളുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ 100-ലേറെ പ്രവർത്തകരുണ്ടായിരുന്നു. ഒപ്പം തന്നെ വനിതകളുടെ നല്ല സാന്നിധ്യവും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു ജാഗ്രത പ്രവർത്തകരുടെ എണ്ണം കണക്കാക്കി പോലീസിനെ വിന്യസിക്കുന്നതിൽ ചെറിയ പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. എന്തായാലും ഓഫീസിന് 100 മീറ്റർ മാറി ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പ്രവർത്തകരുടെ നീക്കം ചെറുക്കാൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ അത് വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ സംഘടിതമായി ബാരിക്കേഡുകൾ മറിച്ചിടുകയും പോലീസ് വലയം ഭേദിച്ച് മുന്നേറുകയുമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിലെത്തിയ പ്രവർത്തകരെ തടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിഫലമാവുകയും അങ്ങനെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കം 25ഓളം പ്രവർത്തകർ പോലീസിന് വലയം ഭേദിച്ച് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് സമീപത്തേക്ക് എത്തുകയും കയ്യിലുണ്ടായിരുന്ന തേങ്ങകൾ ഓഫീസിന് മുന്നിലേക്ക് വലിച്ചെറിയുകയും അങ്ങനെ ജനൽപാളികൾ തകരുകയുമാണ് ഉണ്ടായത്. സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ രണ്ടാം ഘട്ടത്തിലാണ് പോലീസിന്റെ വലയം ഭേദിച്ച് മുന്നേറാൻ ശ്രമം നടത്തിയത്. പക്ഷേ അത് വിജയിച്ചില്ല. സന്ദീപ് വാര്യർ അടക്കമുള്ള മറ്റു നേതാക്കൾക്ക് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് സമീപത്തേക്ക് എത്താൻ
രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കടന്ന് പോലീസ് വലയം ഭേദിച്ച് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് എത്തുകയും ഓഫീസിന്റെ ജലച്ചില്ലുകൾ എറിഞ്ഞു തകർക്കുകയും ചെയ്ത പ്രവർത്തകർ സന്ദീപ് വാര്യർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസ് നീക്കം ചേർക്കുകയാണ്. പോലീസിന്റെ വാഹനത്തിന് നേരെ പ്രവർത്തകരുടെ അക്രമം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലർ കൈകൊണ്ട് പോലീസ് വാഹനത്തിൽ അടിക്കുന്നു. പോലീസിന്റെ നീക്കം സമ്പൂർണ്ണമായി ചെറുത്ത് തോൽപ്പിക്കുകയാണ്. അത്രത്തോളം പ്രവർത്തകരുടെ എണ്ണം കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നേറിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ. മുന്നോട്ടെടുത്ത പോലീസ് വാഹനം നേരെ പിന്നിലേക്ക് നീക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയെടുത്ത് വാഹനത്തിലേക്ക് നീക്കിയ പ്രവർത്തകരെ മുഴുവൻ പേരെയും സഹപ്രവർത്തകരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനത്തിൽ നിന്ന് പിടിച്ച് ഇറക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പോലീസിന്റെ നീക്കം ഇവിടെ പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രവർത്തകർ അക്രമാസക്തരായി തന്നെ സ്ഥലത്ത് തുടരുകയുമാണ്. പത്തനംതിട്ടയിലാണ് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ടയിലെ ദേവസ്വം ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധം അരങ്ങേറുന്നത്. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ പോലീസ് ശ്രമം നടത്തുകയാണ്. പോലീസ് ബലം പ്രയോഗിക്കുന്നുണ്ട്. നേരത്തെ ദേവസ്വം ഓഫീസ് നേരെ തേങ്ങയേറുണ്ടായി, കല്ലേറുണ്ടായി. ആർക്കെങ്കിലും പരിക്കുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. ശേഷം ബാരിക്കേഡുകൾ മറിച്ചിട്ട് തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുകയായിരുന്നു. ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ കൂടുതൽ പ്രവർത്തകരുണ്ട് എന്നാണ് CK അഭിലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ലാത്തി കൊണ്ട് കുത്തുകയാണ്, ഇടിക്കുകയാണ്. ഇത് മനഃപൂർവ്വം ഇടിക്കുകയാണ്. ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരപ്രക്ഷോഭത്തെ അടിച്ചമർത്താമെന്നാണ് സർക്കാർ എത്തിയിട്ടില്ലെങ്കിൽ ഈ സമരം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിച്ച് പോകാനും പോകുന്നില്ല. ഏതറ്റം പോകാനാ വന്നിരിക്കുന്നത്. തേങ്ങ ജനലിനടിച്ച സമരം ചെയ്തത് ഓമാരി കള്ള മുതലെല്ലാം കൂടെ കട്ടുകൊണ്ട് പോയ മുതലെല്ലാം കൂടെ വാരി നക്കിയിട്ട് ഇവിടുത്തെ വിശ്വാസികളെയും കളിപ്പിച്ചിട്ട് ഓമാരി അത്ര ആളാകണ്ട. ഇവിടെ യൂത്ത് കോൺഗ്രസും നാഷണൽ കോൺഗ്രസും KSU ഒക്കെ ഉണ്ട് സമരം ചെയ്യാൻ. ശക്തമായിട്ടുള്ള സമരം നടന്നിരിക്കുന്നു. ലാത്തി കൊണ്ട് പള്ളക്ക് കുത്തി സന്ദീപേട്ടനെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത പോലീസ് പള്ളക്ക് കുത്തി ഈ പ്രതിഷേധം ശബരിമലയ്ക്ക് വേണ്ടി കാരാഗൃഹത്തിൽ പോകാൻ തയ്യാറാണ്, ജയിലിൽ പോകാൻ തയ്യാറാണ്. ഏത് ഏറ്റവും വരെ ഞങ്ങൾ പോകും. സംഘർഷത്തിന് അത് മാത്രമല്ല, ഞങ്ങൾ ബാരിക്കേഡ് കടന്നപ്പോൾ തന്നെ ബാരിക്കേഡ് വന്നപ്പോൾ തന്നെ അത് ശക്തമായി പൊളിച്ചു കയറാൻ തുടങ്ങിയ ഞങ്ങളെ എന്തിനു വേണ്ടിയാണ് ഇവർ ഈ സമരത്തെ പ്രതിഷേധിക്കുന്നത്? ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. ഇപ്പോഴും സംഘർഷാന്തരീക്ഷം തുടരുകയാണ്. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്.